മഴയായതിനെ തുടർന്ന് അതിർത്തി ഗ്രാമങ്ങളിൽ ഉള്ളിക്കൃഷി മുഴുവൻ നശിച്ചു പോയതാണ് കേരളത്തിലെ ഉള്ളിവിലയെ ബാധിച്ചത്. ഏക്കർ കണക്കിന് ഉള്ളിപ്പാടങ്ങളാണ് തെങ്കാശി, സുന്ദരപാണ്ഡിപുരം, ചുരണ്ട, ഒട്ടംചത്രം തുടങ്ങിയ മേഖലയിലുള്ളത്. ഈ പാടങ്ങളെല്ലാം തരിശായി കിടക്കുന്നു. ഇപ്പോൾ ആന്ധ്ര, കർണാടക സംസ്ഥാനങ്ങളിൽ നിന്ന് ഉള്ളി ഇറക്കുമതി ചെയ്താണ് തമിഴ്നാട്ടിലെ വ്യാപാരികൾ കേരളത്തിലേക്ക് ഉള്ളി എത്തിക്കുന്നത്. தமிழ்நாட்டில் மழை இல்லாத காரணத்தால் வெங்காய விளைச்சல் ரொம்ப கம்மியாகி போச்சு. மைசூரில் கர்நாடகா, ஆந்திரா, மைசூர்லேருந்து வெங்காயம் கொண்டு வந்து இங்கே லாரி வாடகை கொடுத்து இறக்கி இங்கேருந்து ரீபேக்கிங் பண்ணி பேரில் தூற்றி கேரளாவுக்கு ஏற்றுமதி பண்ணிக்கிட்டு இருக்கிறோம். விலை இல்லாத விலை பயங்கர விலையாருங்கள இங்கே எங்களுக்கு 100 ரூபா கொள்முதல் பண்ணி 110 ரூபா அசலாகி போகுது. அதுக்கு மேலே லாபம் மூட்டைக்கு 50-60 வச்சு കേരള കൊள்മുതൽ பண்ணிக்கிட்டு. തെക്കൻ കേരളത്തിലേക്കുള്ള ഉള്ളി എത്തിച്ചിരുന്നത് പ്രധാനമായും ചുരണ്ട മാർക്കറ്റിൽ നിന്നാണ്. കൃഷിനാശം സംഭവിച്ചതോടെ തമിഴകത്തെ മൊത്തക്കച്ചവടക്കാർ ഇടനിലക്കാർ വഴി ആന്ധ്ര, മൈസൂർ എന്നിവിടങ്ങളിൽ നിന്ന് ചെറിയ ഉള്ളി ഇറക്കുമതി ചെയ്താണ് കേരളത്തിലേക്ക് എത്തിക്കുന്നത്. തമിഴ്നാട്ടിൽ 110 രൂപയ്ക്ക് ലഭിക്കുന്ന ഉള്ളി കേരളത്തിലേക്ക് വരുമ്പോൾ 120 മുതൽ 130 രൂപ വരെയാവുന്നു. വില ഇനിയും വർദ്ധിക്കാനാണ് സാധ്യത. മാതൃഭൂമി ന്യൂസ്, കൊല്ലം.